ഇതൊരു മൂന്നാമത് ഞങ്ങളുടെ പടം മലബാർ ടെയിൽസ്. ഹാപ്പി ന്യൂ ഇയർ. പ്രസീത വസു എന്ന അഭിനേത്രി നിരവധി ചിത്രങ്ങളിൽ ഇതിനോടകം അഭിനയിച്ചു. ഞാൻ ഓളെ കണ്ട നാളിലൂടെയാണ് പരിചയപ്പെടുന്നത്. അതെ, അതിനുശേഷം നിരവധി കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു മലബാർ ടെയിൽസിലെ അവസാനമായി പ്രദീപാലിന്റെ കഥാപാത്രത്തോട് ക്ലോസായി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അല്ലേ? കോമ്പിനേഷനുണ്ട് ആ ഒരു ക്യാരക്ടറെ കുറിച്ച്. ഒരു വീട്ടിനകത്ത് അകപ്പെട്ടു പോകുന്നൊരു വീട്ടമ്മ അല്ലേ? ശരിക്കും ഒരു കിഡ്നാപ്പ് സീൻസിലാണ് വരുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയും. വളരെ കോമഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ്, ഡ്രീം വീടുകൾ നാട്ടിൽ പങ്കിട്ടിട്ട് ഈ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെയുള്ള വലിയ വലിയ പല വീടുകളും വീടില്ലാത്തവരും. അപ്പം ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഈ ആളില്ലാത്ത വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന യാദൃശ്ചികമായിട്ടുള്ള ഒരു അതിഥി, കൊള്ളനായ അതിഥി, രസകരമായ സംഭവങ്ങളാണ്. ഇങ്ങനെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു സമയത്തെ വൈകാരിക മുഹൂർത്തങ്ങൾ അതെങ്ങനെ ചെയ്യാൻ പറ്റി? ഇതും ഹസ്ബൻഡ് 2 കുട്ടികൾ അതിനിടയ്ക്ക് പെട്ടുപോകുന്നു. വർഷങ്ങളായി നാട്ടിലില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അനുഭവം നേരിടേണ്ടി വന്ന ഇത്തരം അനുഭവങ്ങളാണ്. ആ ഒരു എന്നാലും വളരെ സെറ്റിലായിട്ട് എപ്പോഴും ഈ പറയുന്ന കള്ളനും എൻ്റെ ഫാമിലിയും എൻ്റെ അച്ഛനെയും ഒക്കെ ഡീൽ ചെയ്തുകൊണ്ട് നിർത്തുന്ന ഒരു ക്യാരക്ടർ ന്യൂട്രലായിട്ട് കൊണ്ടുപോകുന്നത്. മലബാർ ടൈൽസിലെ ബംഗ്ലാവ് എന്ന് പറയുന്ന മൂവിക്കകത്താണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ളതാണ്. ഈ കഥാപാത്രം അറിയപ്പെടുന്നത് ഇതിലെ മറ്റൊരു കഥാപാത്രത്തിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെ പേരില്ലാത്ത ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രം, അതാണ് ബംഗ്ലാവ് എന്ന സിനിമയിലെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം കൂടുതലും നമ്മളുടെ പരിപാടികളൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകൾക്കറിയാം, കോമഡി പരിപാടികളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോമഡി എന്നുള്ളതിലപ്പുറം കുറച്ച് ഇമോഷൻസ് പരിപാടികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഒരു ക്യാരക്ടർ തന്ന ഈ സിനിമയുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ അനിൽ കുഞ്ഞപ്പൻ സാറിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇതൊരു കുടുംബത്തിൽ നിന്നും ഉണ്ടായ ഒരു കുടുംബ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പല കുടുംബങ്ങളുടെ കഥയാണ് ഈ 5 സിനിമകളിൽ പറയുന്നത്. 5 ജോണറിലുള്ള കഥകളാണ് ഈ സിനിമ. അപ്പോൾ ഈ 5 കഥകളും ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ മകൾ ഈ സിനിമയുടെ എഡിറ്ററാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിന്റെ കോ പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന്റെ മകൻ ഇതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു സിനിമ രൂപപ്പെട്ടിരിക്കുന്നത്. അൻവർ സാദിഖ് മലബാർ ടെയിൽസിലൂടെ ഒരു വ്യത്യസ്തമായ ഒരു നല്ല അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമായി എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. ആ കഥയുടെ പേരെന്താണ്? 5 സിനിമകളാണല്ലോ ഇത്. 5 സിനിമകളില് ചെമ്പ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അപ്പൊ അതില് ഒരു ത്രോട്ട് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു മലബാറിൽ നടക്കുന്ന, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട കുറെ കഥകളിനോട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ പോകുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്തുള്ള പലർക്കും അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പക്ഷെ ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് കാലം നമ്മുടെ തലമുറകളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ സംഭവമാണ് അതിലൂടെ കാണിച്ചു പോകുന്നത്. അത് ഒരു പ്രതീക്ഷയിൽ നിന്ന് അവസാനം ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ കഥാപാത്രത്തിന് ശരിക്കും അത് കാണുമ്പോൾ ഒരു മതത്തെ ഇതായിട്ട് പെട്ടെന്ന് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന പോലെ തോന്നും പെട്ടെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചെറുപ്പം മുതലേ കേട്ടൊരു ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു റിയൽ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ വേറൊരാളെയോ ആക്ഷേപിച്ചിട്ടൊന്നുമല്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ അത് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ആ പടത്തിലൂടെ. ലത എന്ന അഭിനേത്രി പരിചിതമായ മുഖമാണ്. മലബാർ ടെയിൽസ് കണ്ടോടുകൂടി ഒന്നുകൂടെ പരിചിതമായി. ആ ഒരു കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയുക. ഒരു കുടുംബസംഗമമാണല്ലോ അതിനകത്ത് കാണിക്കുന്നത്. ഡയറക്ട് ചെയ്യുന്ന മലബാർ ടെയിൽസിലെ ശതാഭിഷേകം എന്ന സിനിമയിലാണ് എനിക്കൊരു അവസരം ചെയ്യാനുണ്ടായത്. അതിൽ ഒരു
എല്ലാം കുടുംബ കഥകളാണ്. 5 കഥകൾ ഓരോ കുടുംബത്തിൽ നടക്കുന്ന കഥകളാണ്. അതിൽ ശതാഭിഷേകത്തിലെ മൂത്ത മരുമകനായിട്ട്, ഒരു ഉത്തരവാദിത്തമുള്ള മൂത്ത മരുമകനായിട്ട് നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. കോമ്പിനേഷൻ അനിലാൻഡോ ഉണ്ട്, എൻ്റെ അപ്പനായിട്ടും ഭർത്താവിൻ്റെ ഇളയ ബ്രദറായിട്ടും. ഡബിൾ ക്യാരക്ടർ. ഇതിനു മുമ്പ് സിനിമകൾ വേറെ ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ്, എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് രുതിരം, അപർണ പാലമുരളിയുടെ ഗ്രാൻഡ് മദറായിട്ടുള്ള ചെറിയ വേഷമാണ്. രണ്ടെണ്ണം ഇറങ്ങാനിരിക്കുന്നത്. അതിൽ ICU എന്നും ഒരു തമിഴ് സിനിമയും വേറൊരു ആന്തോളജി മൂവി റൊണാൾഡോ ചിത്രം ഇറങ്ങാനിരിക്കുന്നു. അനിൽ കുഞ്ഞപ്പൻ എന്ന സംവിധായകൻ നിരവധി വർഷമായി സിനിമാ ഫീൽഡിലുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറായി, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചു, പല പ്രഗത്ഭ സംവിധായകരുടെ കൂടെ. അതിനുശേഷം ഒരു ആന്തോളജി മൂവിയായിട്ട് എത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ മലബാർ ടെയിൽസിലെ 5 ചിത്രത്തിന്റെ പേരുകൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും? ബ്രേക്കപ്പ്, പർദ, ചെമ്പ്, സദാഭിഷേകം, ബംഗ്ലാവ്. 5 സബ്ജക്ട്, 5 ജോണർ ആണല്ലോ. 5 കണ്ടന്റ്. പിന്നെ ഉള്ളത് കോമൺ ഒരു എലിമെന്റ്, അതില് 5 വീടാണ്. 5 വീട് സാധാരണ വീട്. ആ 5 വീട്ടിലില്ല 5 കഥ, 5 കോൺഫ്ലിക്ട്സ്, 5 ഇമോഷൻസ്, പിന്നെ 5 ട്രീറ്റ്മെന്റ്, ഈവൻ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ്. ശരിക്കും ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ, ഒരു കഥ ചെയ്യുന്നതിനേക്കാൾ വലിയ റിസ്ക്കാണ് 5 കഥകൾ ഒന്നിച്ചു കൊണ്ടുപോകുക. കാര്യം ടെക്നീഷ്യൻസ് 5-നും 5 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടാസ്കിനെ കുറിച്ച് അല്ല, അത് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ചാണ്. നമ്മൾ എല്ലാ പടം വേറെ വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പുതിയ ആർട്ടിസ്റ്റ് ആയിരുന്നു. ശരിക്കും ഒരു 5 കഥയാണ്, 5 ഫിലിമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. 5 ഫിലിമായിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്തത്. നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഒരു നോർമൽ അല്ല, ഒരു 5 ഫീച്ചർ ഫിലിം, ഒരു കമേഴ്ഷ്യൽ ഫിലിം, അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള അനിൽ കുഞ്ഞപ്പൻ ആൻഡ് ഫാമിലിയുടെ ഒരു പാഷൻ പ്രോജക്റ്റ്, ഇത്രയും വർഷത്തെ ഒരു ക്ഷമയുടെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റ് ഒരു വലിയ സിനിമയായി പുറത്തിറങ്ങുന്നതിന് സമയത്ത് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. അതിലൂടെ ഒരു ക്യാരക്ടർ, നല്ല റോള്, പർദ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായ കുട്ടിയുടെ ഒരു അമ്മയായിട്ടുള്ള ഒരു റോള് ചെയ്ത് സിനിമയിലേക്ക് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂട്ടത്തിൽ കുറച്ച് 3 ഗാനങ്ങൾക്കുള്ള വരികൾ എഴുതാൻ സാധിച്ചതിൽ എല്ലാം ഒരു ചാലഞ്ചായിരുന്നു. അതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഹായ്, നമസ്കാരം. ദേവേന്ദ്രനാഥ് ശങ്കരനാരായണൻ, അതാണ് എൻ്റെ പേര്. മലബാർ ടെയിൽസ് ജനുവരി മാസം 3-ാം തീയതി നമ്മുടെ പുതുവർഷ സമ്മാനമായിട്ട് മലയാളി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ പോവാണ്. 5 കഥകളിൽ ഒരെണ്ണം ബംഗ്ലാവ്. അതിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാഴ്ചയ്ക്ക് കാരണം. ഓക്കെ, പുതിയൊരു നടൻ മാത്രമല്ല, അതിൽ പ്രധാനമായിട്ട് ആർട്ടിസ്റ്റ് ട്രെയിനർ കൂടെയാണ്. പല ചിത്രങ്ങളിലും അഭിനേതാക്കളെ പരിശീലിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിയുടെ മുന്നിൽ എത്തിക്കുന്ന ആളാണ്. ആ ഒരു എക്സ്പീരിയൻസ് 10-25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് അഭിനയ പരിശീലന പരിപാടിയാണ്. അഭിനയ പരിശീലന പരിപാടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നടന്മാരാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് സ്കില്ലിംഗ് ഇന്ത്യ ഇൻ ഫിലിം ആൻഡ് ടെലിവിഷൻ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഇന്ത്യ മുഴുവനുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യ മുഴുവനുമുള്ള നടീനടന്മാരെയും ഒക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ മലയാളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഫോറൻസിക് മുതൽ, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഫോറൻസിക് ആണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തെടുക്കണം. അത് തൊട്ട് ഇപ്പം തിയേറ്ററുകളിൽ എന്താ പറയുക, നന്നായി കളിച്ച് ഇറങ്ങിയ മുറ വരെ ഉള്ള കുറെ സിനിമകളുണ്ട്. ഒരു 10-12 സിനിമകൾ ഞാൻ മലയാളത്തിൽ ആക്ടിംഗ് ട്രെയിനർ എന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഷോയിൽ തുടങ്ങി അഭിനയ സാധ്യതയുള്ള പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങൾ വെള്ളിത്തിരയിൽ ചെയ്തു. അതിനോടൊപ്പം കുരുക്കിൽ പ്രധാന വേഷം ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ നിലയുറപ്പിക്കുന്ന നായകൻ. ഇപ്പോൾ മലബാർ ടെയിൽസ് എന്ന ആന്തോളജി മൂവിയിൽ ഒരു വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണത്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ പോലെ കാണുന്നവർക്കേ അറിയുള്ളൂ. ആ ഒരു കഥാപാത്രം ശരിക്കും ഒരു ചലഞ്ചാണ്. പ്രേക്ഷകരെ എങ്ങനെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക, അത് ആ ഒരു മുഖം തിരിച്ചറിയാതിരിക്കുക, അത് ഒരു നടനെ സംബന്ധിച്ച് വലിയ പാട് തന്നെയാണ്. 2 മാനറിസം ഒന്നിച്ചു കൊണ്ടുവരണം. ആ ഒരു കഥാപാത്രത്തെ ചെയ്തതിന് പിന്നിൽ പറയും.
കഥാപാത്രത്തിലേക്ക് വരുന്നത് ഞാൻ ഷാജൻ കരിയർ സാർ സംവിധാനം ചെയ്ത മൃദുഭാവത്തിൽ നികൃത്തി എന്ന സിനിമയിൽ ഒരു കഥാപാത്രം അവതരിപ്പിച്ചു. ആ സിനിമയിൽ അനിൽ കുഞ്ഞപ്പൻ സാറിൻ്റെ മകൾ അനുപ്രിയ ഏടിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അനുപ്രിയയാണ് അനിൽ കുഞ്ഞപ്പൻ സാറിനോട് എന്നെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അനിൽ സാർ എന്നെ ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. ഡബിൾ റോൾ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം മുതലേ കേശു എന്നുള്ള യങ് ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കുറച്ച് ഇന്നർ കോൺഫ്ലിക്ട്സ് ക്യാരി ചെയ്യുന്ന ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു 42 വയസ്സുകാരൻ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് അച്ഛൻ്റെ ശതാഭിഷേകം ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് സാർ പറഞ്ഞത് അച്ഛൻ്റെ ക്യാരക്ടറും കൂടി മാധവൻ എന്നുള്ള ക്യാരക്ടർ രണ്ടും അല്ല തന്നെ ചെയ്യണമെന്ന് പറയും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എൻ്റെ കരിയറിൻ്റെ ഈ അപ്കമിങ് സ്റ്റേജിൽ ഒരു ഡബിൾ റോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ജാക്ക് പോട്ടാണ്. കാരണം സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർഡം ഒക്കെ വന്നതിന് ശേഷമാണ് ഒരു ആക്ടർക്ക് ഒരു ഡബിൾ റോളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റോടെ സ്ക്രിപ്റ്റ് വായിക്കുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് ഞാൻ എത്താറുണ്ടായി. ആദ്യ സംരംഭമാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് അതിൻ്റെ എഡിറ്ററാണ് അതിനകത്തൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലുപരി ഒരു ഫാമിലി ചിത്രമാണ്, അച്ഛനാണ് ഡയറക്ടർ. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഞാൻ ഇതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, എഡിറ്ററായിട്ട്, പിന്നെ ഒരു ആക്ട്രസ് ആയിട്ട് ആദ്യമായിട്ടാണ്. ആൻഡ് അതെൻ്റെ ഫാമിലിൻ്റെ കൂടെയാണെന്ന് ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്, ഭയങ്കര ലക്കിയാണ്. അത് കാരണം ഭയങ്കര ഒരു സേഫ് എൻവയൺമെന്റ്, അറ്റ് ദി സെയിം ടൈം ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെന്റ് ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഞാൻ ആക്ച്വലി ജസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കും എന്നായിരുന്നു പ്ലാൻ. പക്ഷേ എഡിറ്റിങ്ങും ആക്ടിങ്ങും അതിലേക്ക് വന്നു. ആൻഡ് ഐ ഹോപ്പ് എവറിബഡി ലൈക്സ് ഇറ്റ്. പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി വൺ തിങ്, എഡിറ്റിംഗ് ടേബിളിൽ കണ്ടത് പ്രൊജക്ട് നന്നായി വന്നിട്ടുണ്ട്. ഈ പടം എന്തായാലും ക്ലിക്കാവും, എല്ലാവരുടെ ഇടയിലും കൂടി ക്ലിക്കാവും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. മലബാറിന്റെ 5 ഫാമിലീസിന്റെ 5 കഥകളാണ്, പുറത്ത് വരാത്ത കഥകളാണ്. ആൻഡ് ഇത് കണ്ടിട്ട് എന്തായാലും ആൾക്കാർ ചർച്ച വിഷയം എന്തായാലും കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, പക്ഷെ മോർ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അച്ഛൻ കഥകൾ എഴുതിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കാണുക. ഇതൊരു 3-ാമത് ഞങ്ങളുടെ മലബാർ ടേൽസ്. ഹാപ്പി ന്യൂ ഇയർ.